ഹായ് ഓൾ, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോൾഡിന്റെ പ്രൈസും ഗോൾഡിന്റെ ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഗോൾഡിന്റെ പ്രൈസ് കൂടുന്തോറും ഗോൾഡിന്റെ ഡിമാൻഡും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ കൂടി വരുന്നുണ്ട്. എന്നാൽ എല്ലാ ഗുഡ്സിലും ഇതുപോലെയാണോ? തീർച്ചയായിട്ടും അല്ല. നോർമലി ഒരു ഗുഡ്സിന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഗോൾഡിന് ഇതെന്താ പറ്റിയത്? കാരണം ഗോൾഡ് ഒരു വെബ്ലൻ ഗുഡ് ആണ്. എന്താണ് വെബ്ലൻ ഗുഡുകളുടെ പ്രത്യേകത? വെബ്ലൻ ഗുഡുകളുടെ പ്രൈസ് കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡും കൂടും. സാധാരണ നോർമലി ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് താഴോട്ട് പോവുക ചെയ്യാം, അതിന്റെ ഡിമാൻഡ് കുറയാണ് ചെയ്യുക. എന്നാൽ വെബ്ലൻ ഗുഡ് ഒരു പാരഡോക്സിക്കൽ ഗുഡാണ്, ഒരു പാരഡോക്സിക്കൽ കോൺസെപ്റ്റ് ആണ്. അതായത് അത്തരം ഗുഡ്സിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അതിന്റെ ഡിമാൻഡും അതിനോടൊപ്പം തന്നെ കൂടും. ഇത്തരം ഐറ്റംസ് ഒരു ലക്ഷറി കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ് ആണ്. നമുക്കറിയാം ഗോൾഡ് ഒരു സാധാരണ ഒരു നെസസറി കമ്മോഡിറ്റി അല്ല എന്നുള്ളതും, ഗോൾഡ് ഒരു ലക്ഷറിയസ് ഐറ്റം ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് കൂടുമ്പോൾ, ലക്ഷറി പ്രോഡക്റ്റുകളുടെ പ്രൈസ് കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് അതിന്റെ കൂടെ ഇൻക്രീസ് ചെയ്യുന്നത്. നോർമലി ഒരു ഡിമാൻഡ് കർവ് നോർമൽ ഗുഡ്സിന്റെ കേസിൽ വരുന്ന സമയത്ത് അതിന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിൽ വെബ്ലൻ ഗുഡ്സിന്റെ ഡിമാൻഡ് കർവിന് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇത്രയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ മറന്നു പോകരുത്, ഗോൾഡ് ഒരു വെബ്ലൻ ഗുഡ് ആണ്. വെബ്ലൻ ഗുഡ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് പാരഡോക്സിക്കൽ ആയിട്ട് വരുന്നതാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഈ ഒരു കോൺസെപ്റ്റിന് വിപരീതമായിട്ടുള്ള പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു തിയറിയാണ് വെബ്ലൻ ഗുഡ്സിന്റെ. അതുകൊണ്ട് തന്നെ ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ് വെബ്ലൻ ഗുഡ്സിന്റെ കേസിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു.